ഏതായാലും എം കെ രാഘവനെതിരായ കോഴ ആരോപണത്തിൽ കുലുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും UDF നേതൃത്വവും. ഹൈക്കമാൻഡ് അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി വരുന്നു. കാരണം ഒരു മണ്ഡലത്തിലേക്ക് തനിക്ക് 2 കോടി രൂപ ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുമെന്ന് വ്യക്തമായി ആ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. എം കെ രാഘവൻ 5 കോടി രൂപ തന്റെ സെക്രട്ടറിക്ക് നൽകണം എന്ന് റിപ്പോർട്ടറോട്, കൺസൾട്ടൻസിയുടെ ചുമതലക്കാരനായി എത്തിയ റിപ്പോർട്ടറോട് പറയുമ്പോൾ തന്നെ തനിക്ക് 2 കോടി രൂപ ഹൈക്കമാൻഡിൽ നിന്നും ലഭിക്കും എന്നുകൂടി പറയുമ്പോൾ കോൺഗ്രസ് മൊത്തം മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളുടെയും കൂടി കണക്കെടുത്താൽ എത്ര രൂപ ഹൈക്കമാൻഡ് നൽകും, അപ്പോൾ അതിന്റെ സ്രോതസ് കണക്കുകൾ എന്താണ് എന്നതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഒരു കോഴിക്കോട് മണ്ഡലം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തെയും രാജ്യത്തെയും കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കുന്ന ഒരു ആരോപണം തന്നെയാണ്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് 15 MPമാരും കോൺഗ്രസുകാർ തന്നെയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി. ബാലകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ബാലു, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാത്രമല്ല, ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചിരിക്കുന്നു, സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി. മറ്റൊന്ന്, ഈ രാജ്യത്തെ ജനങ്ങളോട് ഒന്നടങ്കം കണക്ക് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസും UDFും. ആ ഒരു സാഹചര്യത്തിൽ വളരെ ദുർബലമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് തടിതപ്പാൻ കഴിയുമോ ഇവർക്ക്? തീർച്ചയായും മനു, അങ്ങനെ ഒരു ഒളിച്ചോടാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ഉമ്മൻചാണ്ടിയും അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടതുണ്ട്. ഇന്ന് അവരുടെ പ്രതികരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ നേതാക്കളുടെ പ്രതികരണത്തിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പക്ഷേ ഒഴുക്കൻ മണ്ഡലം കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് കെട്ടിച്ചമച്ചതാണ് എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 കോടി രൂപ വീതം കേരളത്തിൽ മാത്രം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ 20 കോടി രൂപ ഒരു ആകെ കേരളത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഈ 20 കോടി രൂപ ചെലവഴിച്ചതിന്റെ കണക്കുകൾ തീർച്ചയായും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം, ഉമ്മൻചാണ്ടിക്ക് അറിയാം, KPCC പ്രസിഡന്റുമാർക്ക് അറിയാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയാം എന്ന കാര്യം ഉറപ്പാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച വടകര മണ്ഡലത്തിലും ഇത്രയും തുക ചെലവഴിച്ചിട്ടുണ്ടോ എന്ന കാര്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡന്റ് കൂടിയാണ്, സിറ്റിംഗ് MP ആണെങ്കിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരി കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയും AICC നേതൃത്വവും ഇക്കാര്യത്തിൽ നിലപാട് പറയുകയും നിലപാട് വ്യക്തമാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യമാണ് മറ്റൊരു കാര്യം. കാരണം ഇന്ത്യയിലൊട്ടാകെ ഏകദേശം 1000 കോടിയോളം രൂപ, ഒരു മണ്ഡലത്തിൽ 2 കോടി എന്ന നിലയിൽ 1000 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇത്രയും തുക എവിടുന്നാണ് കോൺഗ്രസ് ലഭിച്ചത് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകളുടെ ഫണ്ട്, റിയ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും തുക സമാഹരിക്കുകയും ഇത്രയും തുക മണ്ഡലങ്ങളിലേക്ക് ചെലവഴിക്കാൻ നൽകുകയും ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുന്നത്. അതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ വാർത്തകൾക്കിടയിൽ, ഈ വെളിപ്പെടുത്തലിനിടയിൽ, ഈ സ്റ്റിംഗ് ഓപ്പറേഷന് ഇടയിൽ എം കെ രാഘവൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് പ്രവർത്തകർക്ക് മദ്യം വിതരണം ചെയ്യണം. എല്ലാ ദിവസവും മദ്യം വിതരണം ചെയ്യേണ്ട കാര്യമില്ല. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം മദ്യം വിതരണം ചെയ്യേണ്ടതുണ്ട്. അത് പ്രവർത്തകർ നോക്കിക്കൊള്ളും, പ്രവർത്തകർക്ക് കാശ് കൊടുത്താൽ മതി എന്ന കാര്യമാണ്. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഈ എം കെ രാഘവൻ നടത്തിയിരിക്കുന്നത്. ഇത്തരം മദ്യം വിതരണം ചെയ്തുകൊണ്ടാണോ കേരളത്തിൽ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനവും ഇലക്ഷൻ പ്രവർത്തനവും നടത്തുന്നത് എന്ന കാര്യം തീർച്ചയായും KPCC നേതൃത്വവും ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവരും വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു സംഭവം. കേവലം രാഘവൻ 5 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്നത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ആ ഗുരുതരമായ പ്രശ്നത്തിന് മുകളിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിൽ ഇത്രയും തുക ചെലവഴിക്കാൻ എവിടുന്നാണ് കോൺഗ്രസിന് കാശ് ലഭിക്കുന്നത് എന്നതാണ്. മറ്റൊന്ന്, കേരളത്തിൽ മാത്രം ഇത്രയും 20 കോടിയോളം രൂപ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ കോൺഗ്രസിന് എവിടുന്നാണ് പണം ലഭിക്കുന്നത് എന്നതാണ്. അതുമാത്രമല്ല, എം കെ രാഘവൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം 20 കോടിയോളം രൂപ ഒരു മണ്ഡലത്തിൽ ചെലവാകുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ചെലവഴിക്കുന്ന തുകയുടെ കണക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കൂട്ടി നോക്കാവുന്നതേ ഉള്ളൂ. എത്ര തുകയാണ് ഇവർ ചെലവഴിക്കുന്നത്, എവിടുന്നാണ് ഇത്രയും തുക സമാഹരിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം വേണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തുക കഴിഞ്ഞ 10 വർഷക്കാലം എം കെ രാഘവൻ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യമുയർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ മൊത്തം കോൺഗ്രസ് നേതൃത്വം എത്രയും തുക എവിടുന്ന് സമാഹരിക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. ഏതായാലും ഇത് വെറും എം കെ രാഘവൻ 5 കോടി രൂപ കൈക്കൂലി, 20 കോടി രൂപ കൈക്കൂലി ചോദിക്കുകയും 5 കോടി രൂപയിൽ ഡീൽ ഉറപ്പിക്കുകയും ചെയ്തതിൽ നിന്നും ഗുരുതരമായ പ്രശ്നം ആണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
തീർച്ചയായും ബാലു, പക്ഷേ ഇതൊരു എം കെ രാഘവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. നമുക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തേക്ക് ഒന്ന് പോയാൽ അന്ന് KPCC അധ്യക്ഷനായിരുന്ന VM സുധീരൻ അദ്ദേഹം ബെന്നി ബെഹനാനും അടൂർ പ്രകാശിനും ഒന്നും സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡുമായി നടത്തിയ യുദ്ധം നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ബെന്നി ബെഹനാന് സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തുകൊണ്ടാണ് അന്ന് സീറ്റ് അവർക്ക് നൽകരുത് എന്ന് പറഞ്ഞപ്പോൾ കളങ്കിതരാണ് എന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. അവർക്കൊക്കെ അടൂർ പ്രകാശിന് അന്ന് MLA സീറ്റ് കിട്ടി. പിന്നീട് ഇപ്പോൾ അദ്ദേഹം MP ആകാൻ മത്സരിക്കുന്നു. ബെന്നി ബെഹനാൻ ചാലക്കുടിയിലും മത്സരിക്കുന്നു. അതായത് ഇതൊക്കെ ഒരു തുടർച്ചയാണ് കോൺഗ്രസിൽ എന്നല്ലേ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സോളാർ കേസുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരുന്നത്. വൻ തുക സോളാർ കേസുമായി ബന്ധപ്പെട്ടും അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ടും വൻ തുകകൾ കോൺഗ്രസ് നേതാക്കന്മാർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാക്കുകയും അതിന്റെ തെളിവുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു വിവാദ പശ്ചാത്തലത്തിലായിരുന്നു ബെന്നി ബെഹനാന് സീറ്റ് നൽകരുത് എന്നും അടൂർ പ്രകാശിനും ബെന്നി ബെഹനാനും സീറ്റ് നൽകരുത് എന്ന ആവശ്യം അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇവർ കളങ്കിതരാണ്, നിരവധി കോടിക്കണക്കിന് രൂപ പലരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ബെന്നി ബെഹനാനെയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ് സീറ്റ് നൽകരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ അന്ന് ഞാൻ ഇപ്പോൾ ശ്രീ P മോഹൻ മാസ്റ്റർ നമ്മുടെ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ മോഹൻ മാസ്റ്റർ, വളരെ ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഒരുപക്ഷെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെയാണ് പുറത്തു വരുന്നത്. 5 കോടി രൂപ കോഴ വാങ്ങി എന്നുള്ള കാര്യം ഒരു വശത്ത് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം ഒരു വശത്ത്, മറുവശത്ത് ഹൈക്കമാൻഡ് 2 കോടി രൂപ ഒരു മണ്ഡലത്തിൽ നൽകുന്നു എന്ന് പറയുന്നത്, പ്രവർത്തകർക്ക് മദ്യമടക്കമുള്ള കാര്യങ്ങൾ നൽകണം എന്ന് പറയുന്നത്, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഒക്കെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളാണ് ആ വാക്കുകളിൽ ഇന്നലെ നമ്മൾ കണ്ടത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് കോൺഗ്രസിന്റെ ജീർണമായ മുഖമാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി അനാവരണം ചെയ്യപ്പെടുന്നത്. ഞങ്ങൾ നേരത്തെ തന്നെ ശ്രീ MK രാഘവന്റെ കാർമ്മികത്വത്തിലുള്ള സാമ്പത്തിക തിരിമറികളെ സംബന്ധിച്ചും വെട്ടിപ്പുകളെ സംബന്ധിച്ചും പത്രവാർത്തകളിലൂടെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ച് ഞങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അഗ്രികോ സ്ഥാപനത്തെ മുൻനിർത്തിയുള്ള 77 കോടി രൂപയുടെ തട്ടിപ്പ് നേരത്തെ വെളിവാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെയൊരു വെട്ടിപ്പിക്കുന്ന ഒരു കോഴ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തയ്യാറാവണം. മാത്രമല്ല 10 വർഷക്കാലത്തെ അദ്ദേഹം MP ആയി നിന്ന് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. കർശനമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെ അത്തരത്തിലൊരു നിലപാട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ? കാരണം ഇപ്പോൾ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ആരോപണം, ഈ ഇന്നലെ പുറത്തു വന്ന ഈ സംഭവത്തിന് പിന്നിൽ, MK രാഘവനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നിൽ CPIM-ഉം LDF-ഉം ആണെന്നുള്ള രീതിയിലാണ് അവർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ധാർമ്മികമായ നിലപാട് UDF-ൽ നിന്നുണ്ടാകും എന്ന് ഏതെങ്കിലും രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ശ്രീ P മോഹൻ മാസ്റ്റർ? ഒരു തരത്തിൽ കോൺഗ്രസിന്റെ ഈ നിലപാട് വെച്ച് ധാർമ്മികമായ ഏതെങ്കിലും ഒരു സമീപനം കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് കരുതാനാവില്ല. എന്നാൽ ഇത് ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ഈ ഏതെങ്കിലും വിധത്തിൽ അല്പമെങ്കിലും അവർക്ക് ഒരു ധാർമ്മികതയുണ്ടെങ്കിൽ, രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ അവർ രാഘവനെ പിൻവലിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കൂടി, അവരുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ കൂടി ഈ കേരളത്തിൽ ഉള്ള ഘട്ടത്തിലാണ് ഇത് വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം കൂടി ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ നിർബന്ധിതനാവേണ്ടതുണ്ട്. അവിടെയാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഇടപെടൽ ഏറ്റവും പ്രസക്തമാകുന്നത്. കാരണം ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഈ വാർത്തയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറാകാത്ത ഒരു സാഹചര്യം നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ ഇത് കൂടുതൽ പൊതുജന ശ്രദ്ധയിലേക്ക് ഈ വിഷയം രാഷ്ട്രീയപരമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് LDF-ന്റെയും CPIM-ന്റെയും തീരുമാനം? ഇത് നിശ്ചയമായും ഇത് ബഹുജനങ്ങളുടെ മുമ്പിൽ, നാടിന്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. ഇതൊരു രാഷ്ട്രീയ ജീർണതയുടെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെയും ഭാഗമാണിത്. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ജനങ്ങൾ തീരുമാനിക്കട്ടെ കാര്യങ്ങളെ സംബന്ധിച്ച്.
താങ്കൾ പറഞ്ഞത് ഒരു കാര്യം കൂടി, താങ്കൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തിയ സമയത്ത് തന്നെയാണ് കോഴിക്കോട് എംപിയെ കുറിച്ചുള്ള ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യം. ഹൈക്കമാൻഡിന് കൂടി മറുപടി പറയേണ്ട ഒരു ആവശ്യകത ഇതിലുണ്ട്. കാരണം ഒരു മണ്ഡലത്തിന് 2 കോടി രൂപ വെച്ച് ഹൈക്കമാൻഡ് നൽകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിൽ കൂടി അവർ എത്ര പണമായിരിക്കും ഒഴുക്കിയിരിക്കുന്നത് എങ്കിൽ അതിന്റെ സ്രോതസ് അത് എവിടെ നിന്ന് കിട്ടി തുടങ്ങിയ കാര്യങ്ങൾക്കടക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉത്തരം നൽകാൻ ബാധ്യസ്ഥരല്ലേ ശ്രീ പി മോഹനൻ മാസ്റ്റർ? നിശ്ചയമായും കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ എല്ലാ തലത്തിലുമുള്ള സംസ്ഥാന അഖിലേന്ത്യാ നേതൃത്വത്തിൽ ഇതിൽ ഗൗരവമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ശ്രീ MK രാഘവൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റിൽ 52-53 ലക്ഷം ചെലവാക്കിയതായിട്ടാണ് കഴിഞ്ഞ തവണ ചെലവഴിച്ചതായിട്ടാണ് 53 ലക്ഷം രൂപ. ഹൈക്കമാൻഡ് അതെ, ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഈ 2 കോടി രൂപ കിട്ടാനിടയുണ്ട്, കിട്ടിക്കൊണ്ടിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മാത്രമല്ല 20 കോടി ഞാൻ ചെലവഴിച്ചു, അത് മദ്യം ഉൾപ്പെടെയുള്ളത് വിതരണം ചെയ്യാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കുന്ന ഹീനമായ നിയമവിരുദ്ധമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നീചമായ ലംഘനമാണ്, വ്യക്തമായ ലംഘനമാണ് ഇതിലൂടെ എല്ലാം വെളിവാക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണിത്. അത് ആ നിലയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധമായി ഞങ്ങൾ പരാതി നൽകുന്നുണ്ട്. ഇതെല്ലാം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഗൗരവത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM ഒക്കെ തയ്യാറാകും. നന്ദി മോഹൻ മാസ്റ്റർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ അയച്ചിരുന്നുണ്ട്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഒരുപക്ഷെ സമീപകാലത്ത് നമ്മൾ കണ്ട ഏറ്റവും ഗൗരവതരമായ ഒരു വാർത്തകളിൽ ഒന്നാണ് ഇന്നലെ പുറത്തു വന്നത്. 5 കോടി രൂപ ഒരു വ്യവസായ സംരംഭത്തിന് വേണ്ടി വരുമ്പോൾ കോഴയായി ആവശ്യപ്പെടുന്നു, അത് പണമായി നേരിട്ട് നൽകാൻ പറയുന്നു. അത് ഒരു വശം. മറുവശത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. 2 കോടി രൂപ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്നുണ്ട് എന്ന് രാഘവൻ അതിൽ പറയുന്നുണ്ട്. അതിൽ പ്രവർത്തകർക്ക് മദ്യമടക്കമുള്ള കാര്യങ്ങൾക്കാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരുപാട് വിഷയങ്ങൾ ഒളിഞ്ഞിരിപ്പില്ലേ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ? വെറും കോഴിക്കോട് MP എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഘടനയിലേക്കും സംസ്കാരത്തിലേക്കും നമ്മൾ കടന്നു ചെല്ലേണ്ട ഒരു സാഹചര്യമല്ലേ? കോൺഗ്രസിന്റെ മാത്രമല്ല BJP ഉൾപ്പെടെയുള്ള ഭരണവർഗ പാർട്ടികളൊക്കെ കോടാനുകൂടി ഉറുക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി പണം കൊടുത്തും മദ്യം കൊടുത്തും ഒക്കെ സ്വാധീനിക്കുന്നത്. അത് മുമ്പേ തന്നെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വളരെ കൃത്യതയോടുകൂടി അവരുടെ തന്നെ മുഖത്ത് നിന്ന് ഇമാതിരിയുള്ള ഒരു വിവരം കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. TV9 എന്ന് പറയുന്ന ഹിന്ദി ചാനലാണ്. ഹിന്ദി ചാനല് വളരെ ആസൂത്രിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം എങ്ങനെയാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി സാധാരണ ചെലവാക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള പണത്തേക്കാൾ കൂടുതൽ 70 ലക്ഷം രൂപ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. സാധാരണ രീതിയിൽ 70 ലക്ഷമാണ് പരമാവധി. ആ പരമാവധിയിൽ നിന്നുകൊണ്ടുള്ള ചെലവ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ കോടിക്കണക്കിന് ഉറുപ്പിക, രാഘവൻ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം 20 കോടി രൂപ ചെലവായി. 2 കോടി രൂപയാണ് അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ സംഘടനാപരമായിട്ട് കിട്ടിയത്. അപ്പോൾ എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെ പണം കൊടുക്കാറുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പണം കൃത്യമായിട്ട് എത്തിക്കാത്തതിന്റെ ഭാഗമായിട്ട് വലിയ കുഴപ്പമുണ്ടായല്ലോ മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട്. അതായത് വാങ്ങിയ പണം, ഹൈക്കമാൻഡിൽ നിന്ന് വാങ്ങിയ പണം കൃത്യമായിട്ട് എത്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമുണ്ടായല്ലോ. പാർട്ടിക്ക് അകത്ത് തന്നെ കുഴപ്പമുണ്ടായല്ലോ. ഒരു പെട്ടി കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുഴപ്പമുണ്ടായല്ലോ. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ് പണാധിപത്യം. ഈ പണാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കക്ഷികളാണ്. ഒന്ന് BJP, 2 കോൺഗ്രസ്. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഈ പണാധിപത്യ കക്ഷിയായിരുന്നത് മുമ്പ്. ഇപ്പോ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം മോഡി അധികാരത്തിലേക്ക് വന്നതോടുകൂടി ഇപ്പോ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ, ബോണ്ട് ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ട് അതിന് സാധ്യത നൽകിക്കൊണ്ട് 95% ഇലക്ട്രൽ ബോണ്ട് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അത് എത്ര കൊടുത്തു, എത്രയാണ് കൊടുത്തത്, ആരാ കൊടുത്തത് എന്നൊന്നും നോക്കേണ്ടതില്ല എന്ന് കൃത്യമായിട്ട്
ഭരണഘടനാ വിധേയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തിയായ കൈക്കൂലിയല്ലേ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കോടിക്കണക്കിനല്ലേ. അതിന്റെ ഭാഗം തന്നെയാണ് മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ രീതിയിൽ വന്നിരിക്കുന്നു. അതാണ് 5 കോടി റുപ്യ എന്റെ ഓഫീസിൽ കൊടുത്താൽ മതി, ഞാൻ നമ്പർ തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എനിക്ക് 20 കോടിയോളം റുപ്യ കഴിഞ്ഞ പ്രാവശ്യം ചെലവാക്കിയിട്ടുണ്ട്, ഇപ്രാവശ്യം ആ ചെലവുണ്ടാവും. ആ 20 കോടി എങ്ങനെയാണ് നിങ്ങൾ ചെലവാക്കിയത്? 2 കോടി റുപ്യ ഹൈക്കമാൻഡ് തന്നത് കഴിച്ച് ബാക്കി 18 കോടി റുപ്യ എങ്ങനെ ചെലവാക്കി എന്നുള്ളതിന് അദ്ദേഹം കൃത്യമായ മറുപടി പറയുന്നില്ലെങ്കിൽ അത് പല രീതിയിൽ ഉണ്ടാക്കിയതാണ്. അത് ഈ രീതിയാണ്. ഏത് രീതിയിലാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ, വലിയ പണക്കാരുടെ, അവരുടെ സമ്പന്നന്മാരുടെ അവരുടെ കയ്യിൽ നിന്ന് 5 കോടി 10 കോടി 15 കോടിയൊക്കെ വാങ്ങിയിട്ടാണല്ലോ ഈ രീതിയിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ വോട്ട് തട്ടുന്നതിന് വേണ്ടിയിട്ട്, ജനാധിപത്യ സംവിധാനത്തിന്റെ കൃത്യമായ പ്രക്രിയ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഈ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖനാണ് ഇന്ന് പുറത്തു വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് MK രാഘവൻ എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ MK രാഘവന്റെ ഈ ചെയ്തികൾ ഏതാണ്ട് എല്ലാ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കോടാനുകോടി റുപ്യ ചെലവാക്കുക, അതിനുവേണ്ടി ഇതുപോലെ കോടിക്കണക്കിന് റുപ്യ ഓരോരുത്തരും ആവശ്യവുമായിട്ട് വരുന്ന ആളുകളിൽ നിന്ന്, വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ആളുകളിൽ നിന്ന് പണം വാങ്ങുക. ഇതാണ് കോൺഗ്രസിന്റെ പഴയ ശീലം. ഇത് തന്നെയാണ് BJP ഇതിനേക്കാൾ ശക്തമൊക്കെയായിട്ട്. ഇത് 5 കോടിയാണെങ്കിൽ ഇതിനേക്കാളും എത്രയോ വലിയ കൂടി അവർ ചെലവാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ പാർലമെന്ററി വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ്. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം തന്നെ തകർക്കുന്നതാണ് ഈ അവസ്ഥ. പണാധിപത്യമാണ്, അല്ല ജനാധിപത്യമല്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. തീർച്ചയായും നമ്മളിത് പറയുമ്പോൾ തന്നെ ഇതിന്റെ നമ്മൾ കോൺഗ്രസും UDF-ഉമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ മറുപടി അല്ലെങ്കിൽ അവരുടെ ഭാഗം എന്താണ് എന്നറിയാൻ വേണ്ടി അവർ പറയുന്നത് വളരെ ഭയങ്കര രസകരമാണ്. അവർ പറയുന്നത് ഇതിന്റെ പിന്നിൽ CPIM-ഉം LDF-ഉമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഈ TV9 സ്റ്റിംഗ് ഓപ്പറേഷന് പിന്നിൽ നിങ്ങളാണെന്നാണ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ അവർ പറഞ്ഞു വെക്കുന്നത്. അതിനൊരു രാഷ്ട്രീയപരമായ മറുപടി താങ്കൾക്ക് പറയാനില്ലേ? അല്ല, ഞങ്ങളാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താ അറിയാ, ഇവരുടെ ഈ ചെയ്തികളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ഇതിന്റെ പണിയില്ല, മുമ്പുമില്ല, ഇപ്പുമില്ല, ഇനിയുമില്ല. ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സ്റ്റിംഗ് ഓപ്പറേഷന്റെ കാര്യമൊന്നുമില്ല. പക്ഷേ വളരെ വ്യക്തമായിട്ട് അവർ ഒരാളൊന്നുമല്ല, നിരവധി ആളുകളുടെ മുമ്പിൽ എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ 70 ലക്ഷം റുപ്യ മറികടന്നിട്ട് കോടിക്കണക്കിന് റുപ്യ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പൂർവ്വ രാഷ്ട്രീയ പാർട്ടികളായി, ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമുള്ള കാര്യമല്ലല്ലോ, ഈ പറയുന്ന BJP അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എങ്ങനെയാണ് ഈ രീതിയിൽ പണം ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷനാണിത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിവരം കിട്ടിയിട്ടുള്ളത്. ആ വിവരം കിട്ടുന്നതും CPIM തമ്മിൽ യാതൊരു ബന്ധമില്ല. CPIM-ന്റെ ഒരു അജണ്ടയും അല്ല ഇത്. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ കള്ളത്തരത്തിൽ കണ്ടുപിടിച്ച് അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ള അജണ്ട CPIM-ന്റെ അജണ്ടയല്ല. അത് നേരെ മറിച്ച് ഈ അജണ്ട പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്നത് ഈ TV9 എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിന്ദി ചാനലാണ്. ആ ചാനലാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആ പുറത്തുവിട്ട വിവരം രാജ്യത്തിന് താല്പര്യമുള്ളതാണ്, ജനങ്ങൾക്ക് താല്പര്യമുള്ളതാണ്, ഞങ്ങൾക്ക് താല്പര്യമുള്ളതാണ്, എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും താല്പര്യമുള്ളതാണ്. പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, അതിനെതിരായിട്ട് നിൽക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും താല്പര്യമുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. MK രാഘവന് ഒരു നിമിഷം ഇനി MP ആയിട്ട് തുടരാനോ അതുപോലെ പാർലമെന്റിന്റെ ഭാഗമായിട്ട് മത്സരിക്കാനോ അവകാശമില്ല. ഇലക്ഷൻ കമ്മീഷൻ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടിയുണ്ട്. ആ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രക്രിയക്ക് ഇലക്ഷൻ കമ്മീഷന്റെ പരിപൂർണമായ പിന്തുണയുണ്ട്. ഇപ്പോ റാഫേൽ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. അതിലെ കോടതിയിലുള്ള കേസാണ്. കോടതിയിൽ കേസ് വന്നാൽ പിന്നെ പുറത്തു പറയാൻ പാടില്ല എന്നാണ്. ഏത് രീതിയിലാണ് ജനാധിപത്യ സംവിധാനം? ഇതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ സ്വകാര്യ സൈന്യത്തിന്റെ കീഴിലാക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഈ നരേന്ദ്രമോദി സ്വകാര്യ സൈന്യത്തിന്റെ കീഴിലാണ്. സ്വകാര്യ സൈന്യം RSS ആണ്. ഇതിന്റെ കീഴിലാണ് ഈ പറയുന്ന നിരവധി സംവിധാനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടാണ്. ഭരണഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന CBI ആയാലും ഇലക്ഷൻ കമ്മീഷനായാലും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ പോലും ജഡ്ജിമാർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നിട്ടുണ്ട് സമ്മർദ്ദമാണ് എന്ന്. ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് ഭരണഘടനാപരമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പകരം ഭരണഘടനാ ബാഹ്യമായി ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്. തീർച്ചയായും. പക്ഷേ താങ്കൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ 2 കോടി രൂപയുടെ കാര്യം പറഞ്ഞു. MK രാഘവന് കോഴിക്കോട് 2 കോടി രൂപ ഹൈക്കമാൻഡ് നൽകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കോഴിക്കോടിനപ്പുറത്തേക്ക് നോക്കിയാൽ രാജ്യത്ത് എത്രയോ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അവർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലങ്ങളിലൊക്കെ 2 കോടി രൂപ വെച്ച് കൊടുത്താൽ അതൊരു വലിയ തുകയുടെ കണക്കാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ആ പണം വരുന്ന വഴികളിലേക്കൊക്കെ കൂടി നമ്മൾ പോയി നോക്കിയാൽ
കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായ രീതിയിൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടാകാതെ ഈ പണം വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. ഒരു പ്രാദേശിക നേതാവിനെ കൊണ്ട് അത് കഴിയുമെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കോഴിക്കോടുണ്ട് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യമല്ലേ നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നത്? സംശയമില്ല. ഇന്ത്യയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് പാർലമെന്റിലേക്ക് അവർ നൽകുന്ന തുക ഇവിടെ ഇപ്പോ രാഘവൻ തന്നെ പറയുന്നുണ്ട്, ഇപ്രാവശ്യം 2 കോടി മുതൽ 5 കോടി രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. 2 കോടിയല്ല, 2 കോടി മുതൽ 5 കോടി വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 5 കോടി രൂപ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് എല്ലാ മണ്ഡലത്തിലും കിട്ടും. ഒരു മണ്ഡലത്തിലോ 2 മണ്ഡലത്തിലോ അല്ല, പ്രത്യേകിച്ച് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊക്കെ കൃത്യമായിട്ട് കൊടുക്കും. ആ കൃത്യമായി കൊടുക്കുന്നത് ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കമാൻഡിൽ നിന്ന് പണം വാങ്ങി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണം വാങ്ങിയിട്ട് ആ പണം എത്തിക്കാതിന്റെ ഭാഗമായിട്ട് പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്താണല്ലോ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ. അപ്പൊ നമുക്ക് നന്നായി ധാരണയുണ്ട് ഈ രീതിയിലുള്ള പണം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞു എന്റെ പാർട്ടിയാണ് ഇപ്പൊ ഇവിടെ ആലപ്പുഴ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്താ പറയുക, എന്റെ കയ്യിൽ പണമൊന്നുമില്ല, പക്ഷെ എനിക്ക് പാർട്ടിയുടെ ഭാഗമായിട്ട് പണം കിട്ടിയിട്ട് ആ പണം കൊണ്ടാണ് ഞങ്ങൾ ഇലക്ഷൻ വർക്ക് നടത്താൻ പോകുന്നതെന്ന് പരസ്യമായി പറഞ്ഞല്ലോ. അപ്പൊ പാർട്ടി കൊടുക്കുന്ന പണം തന്നെയാണ്. പാർട്ടി കോടിക്കണക്കിന് രൂപയെ കൊടുക്കുന്നുണ്ട്. ഈ കോടിക്കണക്കിന് രൂപയെ സംഭരിക്കുന്നത് ഭരണവർഗം എന്ന രീതിയിൽ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. അവർ എത്രയും കൂടി കൊടുക്കാൻ തയ്യാറാണ്. BJPക്ക് കൊടുക്കാൻ തയ്യാറാണ്, കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറാണ്. കോൺഗ്രസ് ആയിരുന്നു മുമ്പ് വാങ്ങിയിരുന്നത് ധാരാളം, അതിപ്പോ മാറിയിട്ട് BJP ആയി ധാരാളം വാങ്ങുന്നത്. പ്രത്യേക ഇലക്ട്രോണിക് ബോണ്ട് ഉപയോഗിച്ച് 90% വാങ്ങിയത് അവരാണ്. അപ്പോ മറ്റുള്ള ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് ക്രോണി ക്യാപിറ്റലിസത്തിന്റെ രൂപമാണ്. ക്രോണി ക്യാപിറ്റലിസം 3 പ്രബല വിഭാഗങ്ങൾ ചേർന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നത്. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സമ്പത്ത് കൊള്ളയടിച്ച 3 വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ്, മറ്റൊന്ന് ബൂർഷ്വാ രാഷ്ട്രീയ നേതൃത്വമാണ്, മറ്റൊന്ന് ബ്യൂറോക്രാറ്റ്സ് ആണ്. ഉയർന്ന ബ്യൂറോക്രാറ്റ്സ്, ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാര്. ഇവര് സമ്പത്ത് ഓഹരി വെച്ചെടുക്കുകയാണ്. ഇപ്പൊ കൽക്കരിപ്പാടം മുതൽ ഇങ്ങോട്ട് ഓരോന്നിന്റെ അതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അത് ആകാശമായാലും ഭൂമിയായാലും വെള്ളമായാലും ഖനീജങ്ങളായാലും എല്ലാം തന്നെ ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊടുക്കുകയാണ്. നമ്മൾ എയർപോർട്ട് പൂർണ്ണമായിട്ട് വിൽക്കുകയാണ്, നമ്മൾ സീപോർട്ട് വിൽക്കുകയാണ്. എല്ലാം ഈ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള കൊള്ളയാണ്. കോടാനുകൂടി കൊള്ള. അത് കോൺഗ്രസ് കൊള്ള തുടങ്ങി, BJP കൊള്ള വലിയ രീതിയിൽ തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഈ ചിത്രത്തിന്റെ ഭാഗമായിട്ട് സ്വരൂപിക്കപ്പെടുന്ന പണമാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അട്ടിമറിക്കാൻ പണാധിപത്യത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള മദ്യവും അതുപോലെ തന്നെ പൈസയും ഒക്കെ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പച്ചയായിട്ട് ഇത് പുറത്തു വന്നത്. അത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം മുമ്പേ പറയാറുണ്ട്, പക്ഷെ അത് ഇതുപോലെ ഒരു ആധികാരികതയോടുകൂടി പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പകൽ വെളിച്ചം പോലെ പുറത്തു വന്നിരിക്കുകയാണ്. നടപടിയൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതിനേക്കാളും പ്രധാനം സ്വീകരിക്കണം നടപടി. പക്ഷേ ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വലിയ വർക്കാണ് ഈ TV9 ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും MK രാഘവൻ കുരുങ്ങിയിരിക്കുകയാണ്, കോൺഗ്രസിന് കുരുക്ക് മുറുകിയിരിക്കുകയാണ്. വളരെ ഗൗരവതരമായ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ സാഹചര്യങ്ങളിലേക്ക് ഈ കോഴ ആരോപണം എത്തി നിൽക്കുന്നു. അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അടക്കം പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം. ഇതിന് മാത്രം തുക എവിടെ നിന്ന് നൽകുന്നു, ആ തുകയുടെ സോഴ്സ് അടക്കം വെളിപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥകളിലേക്കൊക്കെ അവർ ചെന്നു ചാടുന്ന ഒരു സാഹചര്യം. ബാലു ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ബാലു, ഇനി ഇതിനിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് അടക്കമുള്ള നിയമ നടപടികളിലേക്ക് പോവുകയാണ്. എന്തായിരിക്കാം ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന മറ്റ് നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? മനു, ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ജില്ലാ കളക്ടറോട് ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകാൻ CPIM-ഉം മറ്റ് പാർട്ടികളും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം ഇന്ന് തന്നെ പരാതി നൽകും. പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായും റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും അനന്തര നടപടികളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ നീങ്ങുക. അത് ഏത് രൂപത്തിലുള്ള തീരുമാനമാണ് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇത് വളരെ വ്യക്തമായ തെളിവായതുകൊണ്ട് തന്നെ ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ മാറ്റുന്ന അടക്കമുള്ള തീരുമാനത്തിലേക്ക് ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പോകുമോ, മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന കാര്യം എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് വിസിബിൾ ആണ്, കൃത്യമായ തെളിവുകളാണ്. ഇതിൽ ഒരു തരത്തിൽ കെട്ടിച്ചമച്ചതോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഇതിനകത്ത് കൂട്ടിച്ചേർക്കലോ നടന്നിട്ടില്ല എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാണ്. ഏതാണ്ട് നല്ലൊരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ എല്ലാ ലക്ഷണമൊത്ത സ്റ്റിംഗ് ഓപ്പറേഷന്റെ തെളിവ് അടക്കമുള്ള കാര്യങ്ങളാണ്
പുറത്തു വന്നിരിക്കുന്നത്. ഇത് ശബ്ദം പോലും എം കെ രാഘവന്റെ തന്നെയാണ്, ആർക്കും അത് നിഷേധിക്കാനും കഴിയില്ല. എം കെ രാഘവന്റെ ശബ്ദം കേട്ടറിഞ്ഞവരും എല്ലാവർക്കും അറിയാം ഇത് എം കെ രാഘവന്റെ ശബ്ദം തന്നെയാണ് എന്ന കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ കെട്ടിച്ചമച്ചതാണ് എന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. മറ്റൊന്ന്, ഇത് ഗൂഢാലോചനയാണ്. ഇതിന് പിറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. CPIM അടക്കമുള്ള കക്ഷികളാണ് ഇതിന് പിന്നിൽ, അതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന മറ്റൊരു വാദം. ഇതും നിലനിൽക്കുന്നതല്ല. കേരളത്തിലെ എം കെ രാഘവനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു TV9 സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നില്ല ഇത്. ഇന്ത്യയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ്, കോൺഗ്രസിന് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ചെലവഴിക്കാൻ അനുവദിക്കപ്പെട്ട പരിധിക്കപ്പുറം കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. ഇത് എവിടെ നിന്ന് ചെലവഴിക്കുന്നു, എത്ര ചെലവഴിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു കേരളത്തിൽ നിന്ന് എം കെ രാഘവനും ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ TV9 നടത്തിയത്. എം കെ രാഘവൻ കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 കോടി രൂപ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, അതിൽ മദ്യം ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇതിന് വലിയ കാശ് ആവശ്യമാണ്. അപ്പോൾ ചാനൽ അവതാരകർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം ഉന്നയിക്കുകയും 20 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു എം കെ രാഘവൻ. എന്നാൽ 5 കോടി രൂപ നൽകാമെന്ന് റിപ്പോർട്ടർ സമ്മതിക്കുകയും TV9 അവതാരക ചാനൽ റിപ്പോർട്ടർ സമ്മതിക്കുകയും ചെയ്തു. 5 കോടി രൂപ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷമാണ് ഡീൽ ഉറപ്പിക്കുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട അതുകൊണ്ട് തന്നെ ഇതൊരു കെട്ടിച്ചമച്ച സംഭവമാണ്, അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് CPIM നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയില്ല. മറ്റൊന്ന്, ഇതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും കോടി രൂപ എവിടെ നിന്നാണ് ചെലവഴിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 18 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു, 17 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്നു. ഇത്രയും തുക എവിടെ നിന്നാണ് കോൺഗ്രസിന് ലഭിച്ചത് എന്നതിനെ സംബന്ധിച്ച് അന്ന് മത്സരിച്ച ഇന്നത്തെ KPCC പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുകയാണ്, വയനാട് മത്സരിക്കുകയാണ്. അദ്ദേഹം കേരളത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും തുക ഹൈക്കമാൻഡിൽ നിന്ന് 2 കോടി രൂപ മുതൽ 5 കോടി രൂപ വരെ മണ്ഡലത്തിൽ ലഭിക്കുമെന്ന് എം കെ രാഘവൻ, സിറ്റിംഗ് MP ആയ എം കെ രാഘവൻ പറയുന്നു. ഇത്രയും തുക എവിടുന്നാണ് നൽകുന്നത് എന്ന് സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ AICC നേതൃത്വവും മറുപടി പറയേണ്ടതുണ്ട്. ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇലക്ഷൻ കമ്മീഷനും തക്കതായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ബാലുവിലേക്ക് തിരികെ എത്താം. ഒപ്പം തന്നെ ഈ വാർത്തയിലേക്കും വളരെ വേഗം തന്നെ തിരികെ എത്താം. ചെറിയൊരു ഇടവേള ഈ സമയത്ത് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം എം കെ രാഘവനുമായി ബന്ധപ്പെട്ട ഈ കോഴ ആരോപണവുമായി കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിലേക്ക് തിരികെ വരാം. ചെറിയ ഇടവേള. ഇപ്പോൾ കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ 2004 മെച്ചപ്പെട്ട ഒരു വിജയം കേരളത്തിനുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാം സജ്ജമായി മുന്നോട്ട് പോകണം. അതിൽ നിങ്ങളുടെ എല്ലാം സഹായം വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വാഭാവികമായും നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം. സന്തോഷത്തോടു കൂടി അതിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കട്ടെ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കഴിഞ്ഞ ദിവസത്തെ ഇവിടെ തന്നെയുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ പ്രയോറിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് BJP-യെ തോൽപ്പിക്കുക എന്നാണ്. CPM-ന്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രയോറിറ്റി കൊണ്ടാണ്. CPI-യെ സംബന്ധിച്ചിടത്തോളം എന്താ ഏറ്റവും വലിയ പ്രയോറിറ്റി? നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളുടെ, പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യ അജണ്ട. അത് ഞങ്ങൾ മോഡി ഹട്ടാവോ ദേശ് ബച്ചാവോ എന്ന് കഴിഞ്ഞ 1 വർഷക്കാലമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം പാർലമെന്റിലെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലെ അത് സാധ്യമാകും. അപ്പൊ പാർലമെന്റിലെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഒരു മതനിരപേക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് കളമൊരുക്കുക. ഇതാണ് ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്ന പൊതു നിലപാട്. പക്ഷെ അതേസമയം BJP-യെ ഏറ്റവും അധികം എതിർക്കുന്ന ഒരു ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി.
അതുപോലെ തന്നെ BJP-ക്കെതിരെ നിരന്തരം സംസാരിക്കുകയും ഹിന്ദുത്വ വൽക്കരണത്തിനെതിരെ പുസ്തകം എഴുതുകയും ചെയ്ത ആളാണ് ശശി തരൂർ. ഈ രണ്ടുപേരെയാണ് അങ്ങയുടെ പാർട്ടിയുടെ ഈ ഇലക്ഷനിൽ അവരോടാണ് മത്സരിക്കുന്നത്. അതിനെങ്ങനെ അവരുടെ രാഷ്ട്രീയമായ അപജയത്തോട് ഞങ്ങൾ കരുണ കാണിക്കണം എന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? കോൺഗ്രസ് കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് മെമ്പർമാരുടെ, നിയമസഭ അംഗങ്ങളുടെ എല്ലാം വോട്ട് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് 17 പാർട്ടികൾ ഒരുമിച്ചാണ് മീരകുമാറിന് വോട്ട് ചെയ്തത്. അത് ഉപരാഷ്ട്രപതിയായപ്പോൾ 18 പാർട്ടികളായി. ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ റാലിയിൽ 21 പാർട്ടികൾ പങ്കെടുത്തു. ഏറ്റവും അവസാനം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മേളനത്തിൽ 23 പാർട്ടികൾ പങ്കെടുത്തു. അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ പ്രാദേശികവും ദേശീയവുമായ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വിപുലമായ ഐക്യം പടുത്തുയർത്തിക്കൊണ്ടുവരുന്നതിന് ഇടയിലാണ് ഈ ഐക്യത്തെ തകർക്കുന്ന നിലപാടുകൾ കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇല്ല, 3-4 മുന്നണിയെ കുറിച്ചൊന്നുമല്ല. നരേന്ദ്രമോദിക്കെതിരെ ഒരു മുന്നണി, ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തിന് അത് സാധിക്കും. അത് വീണ്ടും ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ മുന്നണികളുടെ ചരിത്രം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് എവിടെയാണ് മുന്നണി ഉണ്ടായിട്ടുള്ളത്? ജനതാ പാർട്ടി എപ്പോഴാണ് ഉണ്ടായത്? തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതുപോലെ തന്നെ ഒന്നാം UPA എപ്പോഴാണ് ഉണ്ടായത്? തിരഞ്ഞെടുപ്പിന് ശേഷം. ഞങ്ങൾക്ക് 62 സീറ്റ് പാർലമെന്റിലുള്ളപ്പോൾ അതിൽ 57 സീറ്റും കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടി ഞങ്ങൾ ജയിച്ചു വന്നതാണ്, ലെഫ്റ്റ്. അപ്പോഴാണ് ഒരു മുന്നണി ഉണ്ടായത്. അതുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ, കോൺഗ്രസ് ഈ വഞ്ചന കാണിച്ചാലും അതിന്റെ അർത്ഥം അതിനൊരു ബദലൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഒന്നല്ല. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് മതനിരപേക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകുക എന്ന്, ഇതിനെ പകരം വയ്ക്കാൻ ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയല്ലേ വാജ്പേയി എങ്ങനെയാ പ്രധാനമന്ത്രിയായത്? നേരത്തെ മുന്നണി ഉണ്ടാക്കിയിട്ട അതല്ലോ. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ മെയ് 23 കഴിഞ്ഞ് തീരുമാനിച്ചാൽ മതി. ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തരായി നിലനിൽക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളും ഒക്കെയാണ് എന്ന് നിങ്ങൾക്കറിയാം. കോൺഗ്രസ് എത്ര സീറ്റിലാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്? ഞങ്ങൾ 2 സീറ്റ് മത്സരിക്കുന്നു, 9 സീറ്റിൽ അവർ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുന്നണി നയിക്കുന്നത് DMK ആണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളുള്ള ഉത്തർപ്രദേശിൽ. അവിടെ SP-യും BSP-യുമാണ് ആ മുന്നണി BJP-ക്ക് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നത്. ഇതിന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഏതാനും സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ കോൺഗ്രസ് അല്ല പ്രധാനപ്പെട്ട. കോൺഗ്രസ് നിൽക്കുമ്പോൾ പഴയ കോൺഗ്രസിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. പക്ഷേ ഇടത് കക്ഷികളുടെ അപജയം, സീറ്റുകളുടെ എണ്ണത്തിന് കുറവ്, അതല്ലേ ശരിക്കും കോൺഗ്രസിനെ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചില്ല? ഞങ്ങളുടെ നിലപാട് കൊണ്ടല്ല, കോൺഗ്രസ് അവരുടെ നിലപാട് വ്യത്യസ്തമായി കാണുന്നു. ഹരീഷ് റാവത്ത് ആരാണ്? ഒരു മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ കാലത്ത് പരസ്യമായി പ്രസ്താവിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്ന്. ഞങ്ങളുടെ അപജയം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അല്ലല്ലോ. കോൺഗ്രസ് അവരുടെ നിലപാടുകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അവർ കുറച്ചുകൂടി ഭൂരിപക്ഷത്തിന്റെ വോട്ട് സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ന്യൂനപക്ഷത്തിന് അത് മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഇടത് നേതാക്കൾ കോൺഗ്രസിനെതിരെ കാര്യമായ വിമർശനങ്ങൾ അങ്ങനെ ഉന്നയിച്ചു കണ്ടില്ല. താങ്കളും കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ജാഥയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം BJP സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണല്ലോ ഇപ്പോഴും ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ വരവ് ഇടതു മുന്നണി ആശങ്ക. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ
ഘടകകക്ഷികളായ CPI-യും CPM-ഉം ഒരു കാലത്തും രാഹുൽ ഗാന്ധിയാണ് രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ചില സങ്കല്പങ്ങളുണ്ട്. മതനിരപേക്ഷത എന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ്. അല്ലാത്ത എത്രയോ ശക്തികളുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ പ്രയോറിറ്റി മാറിയിട്ടില്ല. ഞങ്ങളുടെ പ്രയോറിറ്റി മോഡിയെ പുറത്താക്കുക എന്നത് തന്നെയാണ്. അതൊക്കെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതൊക്കെ പരിഹാരം ഉണ്ടാവും. ശൂന്യത ഉണ്ടാവുകയല്ലേ ഏതായാലും. BJP വിരുദ്ധ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചപ്പോൾ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കരുത് എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ LDF-നെതിരെ രാഹുൽ ഗാന്ധി വരുമ്പോൾ മാത്രം ഈ പ്രതിരോധം കനപ്പിക്കുന്നത്? ഇല്ല, ഞങ്ങൾക്ക് പ്രീ പോൾ അലയൻസ് ഇല്ല, ശരിയാണ്. പക്ഷേ ഇന്ത്യ ഒട്ടാകെ അത്തരം BJP-യെ പുറത്താക്കുന്നതിന് വേണ്ടി ശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന AICC പ്രസിഡന്റ് കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് BJP-ക്ക് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ട ഒരു നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ആകുമ്പോൾ അത് BJP-യെ എതിർക്കാനല്ല, ലെഫ്റ്റിനെ എതിർക്കാനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റുണ്ടോ? അതുകൊണ്ട് അതൊരു തെറ്റായ സന്ദേശം നൽകുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ല, 543 സീറ്റിൽ ആര് വന്ന് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഈ കേരളത്തിലെ 20 സീറ്റിലും UDF LDF ആണ് ഏറ്റുമുട്ടുന്നത്. 2004 ശേഷം ഞങ്ങൾ അധികാരത്തിൽ ഒരുമിച്ച് 1ാം UPA-യിൽ ഇരുന്ന ഞങ്ങൾ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴും 2006 ഇവിടെ അസംബ്ലി ഇലക്ഷൻ നടന്നിട്ടുണ്ട്. LDF-ഉം UDF-ഉം പരസ്പരം മത്സരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിലൊന്നുമുള്ള ഭയം കൊണ്ടല്ല. ബട്ട് ദാറ്റ് ഗിവ്സ് എ റോങ് മെസ്സേജ്. അതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് കോൺഗ്രസ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്നുവരെ കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയം വിശദീകരിച്ചിട്ടില്ല. ഇല്ല, ബാക്കി പ്രതിപക്ഷ പാർട്ടികൾ നിരവധിയുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് സിസ്റ്റം അനുസരിച്ച് ഇവിടെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് അല്ല ഉള്ളത്. പ്രധാനമന്ത്രി ആര് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഗവൺമെന്റ് പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടാകുകയാണ് ഇവിടുത്തെ പതിവ്. അല്ല, ശൂന്യത ഉണ്ടാകുകയാണ് ഞങ്ങൾ പറഞ്ഞത്. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇടതുപക്ഷത്തിന് നഷ്ടമാകുന്ന ഒരു ആശങ്കയാണ് കോൺഗ്രസിന്റെ വ്യാപകമായ കോൺഗ്രസ് കൊള്ളരുതായ്മ കാണിച്ചാൽ കൊള്ളരുതായ്മ എന്ന് പറയുന്നത് അക്രമം എന്ന് വ്യാഖ്യാനിക്കരുത്. കാണിക്കുന്ന കൊള്ളരുതായ്മകൾ തുറന്നു പറയുക, അത് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരമാകും, അപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു ജനവികാരമാകും എന്നാണ് അങ്ങ് പറഞ്ഞത്. സംസ്ഥാന സർക്കാരിന് അനുകൂലമാകുന്ന ഘടകങ്ങളാണോ ഇത് പുറത്തു വന്നിരിക്കുന്നത്? പ്രളയത്തിന്റെ കാര്യമായാലും ഈ ക്രമസമാധാനത്തിൽ പല സ്ഥലത്തും പെൺകുട്ടികൾ പലയിടത്തും കൊല്ലപ്പെടുന്നു, പട്ടിണി കിട്ടി മരിക്കുന്നു. ആ രീതിയിൽ സർക്കാരിന് താങ്കൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുമായി കേരളത്തിലെ ക്രമസമാധാന നില കമ്പയർ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് വിശദമായ ആ വിഷയം ചർച്ച ചെയ്യാം. ആർ യു ട്രൈയിങ് ഫോർ എ കമ്പാരിസൺ? അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് പ്രാഥമിക ധാരണയുണ്ടെങ്കിൽ കേരളത്തിലെ ക്രമസമാധാനത്തെ കുറിച്ച് അത്തരമൊരു വിമർശനം ഉന്നയിക്കത്തില്ല. പിന്നെ രണ്ടാമത് കോടതി, പ്രളയം, ഇത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അമിക്കസ് ക്യൂറി എന്ന് വെച്ചാൽ ആരാണ്? അമിക്കസ് ക്യൂറി കോടതിയുടെ സഹായിയാണ്. ഇറ്റ് ഇസ് നോട്ട് എ കോർട്ട്. അമിക്കസ് ക്യൂറി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക വിദഗ്ധന്മാരടങ്ങുന്ന ഒരു സമിതി ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അതിലെ കാര്യങ്ങൾ പരിശോധിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാവിയിൽ ഇതുണ്ടാകാതിരിക്കാൻ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് പറയണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ ഹൈക്കോടതിയിലുള്ള ഒരു കേസിന്റെ ഭാഗമായിട്ടാണ് ഈ അമിക്കസ് ക്യൂറിയെ നിയമിച്ചത്. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ഗവൺമെന്റിന്റെ വാദങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ കേൾക്കാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചു,
ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടാണ് കോടതിയുടെ വിധി. കോടതിയുടെ വിധി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു കാര്യം കോടതി പരിശോധിക്കുന്നതിന് സർക്കാർ എന്തിനാ എതിർക്കുന്നത്? അതുകൊണ്ട് ഇത് സർക്കാരിനെതിരായിട്ടുള്ള എന്തോ ഒരു വലിയ മാരകായുധം കൈ കിട്ടിയിരിക്കുന്നു എന്ന് ധരിച്ച് അത് പ്രചരിപ്പിക്കുന്ന കോർപ്പറേറ്റ് മാധ്യമങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ ഇവിടെ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നത് നല്ലതാണ്. അമിക്കസ് ക്യൂറിയുടെ പ്രാധാന്യമുള്ളൂ. അതൊരു വക്കീൽ മാത്രമാണ്. അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധനല്ല. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാങ്കേതിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ഇതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കോടതിയെ സഹായിക്കണം. അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന പല കാര്യങ്ങളും കോടതിയിൽ നാളെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ അവിടെ അഫിഡവിറ്റുകളുണ്ട്. അതുകൊണ്ട് അതിന്റെ ഫൈനൽ വെർഡിക്റ്റ് വരട്ടെ. സർക്കാരിന്റെ ഭാഗം കേൾക്കാതെ ഇദ്ദേഹം എഴുതി വെച്ച എല്ലാം അപ്പടി തെറ്റാണ്. ഇപ്പൊ കേരളത്തിലെ പ്രളയത്തിന്റെ കാലത്ത് സൈന്യത്തെ വിളിക്കണം എന്ന പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. സിവിൽ അഡ്മിനിസ്ട്രേഷന് എല്ലാം കൂടെ സൈന്യത്തെ ഏൽപ്പിക്കണം എന്നാ പറഞ്ഞത്. കേരളത്തിലെ ഗവൺമെന്റ് തന്നെ അത് നന്നായി കൈകാര്യം ചെയ്തു. നമ്മുടെ സൈന്യം നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. എന്നർത്ഥം കേന്ദ്രസേന സഹായിച്ചില്ല എന്നല്ല. ആ പ്രളയം കഴിഞ്ഞ് ഇപ്പൊ സൗകര്യം കിട്ടിയപ്പോ ഉടനെ സർക്കാരിനെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാക്കൾ ചാടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. 31,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നൽകിയത് 2,904 കോടി രൂപയാണ് ഏറ്റവും അവസാനം വരെ. എന്തുകൊണ്ട് ഈ കേരളത്തിന് ഒരു പാക്കേജ്, സ്പെഷ്യൽ പാക്കേജ് വേണം എന്ന ആവശ്യം കേരളത്തിൽ ഉന്നയിക്കാൻ NDAക്കോ UPAക്കോ കഴിഞ്ഞില്ല, അല്ലെ UDFന് കഴിഞ്ഞില്ല? അപ്പൊ അതിനൊന്നും കേരളത്തിന് വിപുലമായ താല്പര്യമില്ല. ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു സൗകര്യമുണ്ടോ? അത് അമിക്കസ് ക്യൂറി ആണെങ്കിലും ഏത് ക്യൂറി ആണെങ്കിലും അതിന്റെ റിപ്പോർട്ടിന്റെ പേരിലും ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കുന്നു എന്ന് പറയുന്ന പാപ്പരായ രാഷ്ട്രീയമാണ് അവരുടെ കൈവശമുള്ളത്. അല്ല, ആ പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. പരാമർശങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ പരാമർശങ്ങൾ നടത്തുമ്പോൾ വളരെ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതൊക്കെ കേരള യൂണിവേഴ്സിറ്റി പണ്ടൊരു സ്റ്റഡി നടത്തി, പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ പറയുന്ന 39% കേരളീയർ വോട്ട് ചെയ്യുന്നത് താൽക്കാലികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിലായിരിക്കും എന്നാണ്. ആ കണ്ടെത്തൽ ശരിയാണെങ്കിൽ നാളെ മറ്റൊന്നുണ്ടായാൽ ഇത് മാറുകയില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് അതൊക്കെ സ്വാധീനിക്കോ ഇല്ലയോ എന്നുള്ള വിഷയമൊക്കെ പോകട്ടെ. ഇല്ലല്ലോ. ആലത്തൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത സ്ഥലമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കട്ടെ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പ്രൊഡിക്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വാർത്തകളാണ്. വാർത്തകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തട്ടെ. തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാനമായ ഘട്ടമല്ല, ഒരു ഘട്ടമല്ല, സുപ്രധാനമായ ഘട്ടമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും ഇത്തരം കാര്യങ്ങളൊക്കെ.
ഇല്ല, അത് അന്വേഷിച്ചു വരട്ടെ. ഞങ്ങളിപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏതൊരു ഒരു വാർത്ത കൊടുത്താൽ ഉടനെ അത് പ്രതികരിക്കുന്ന അങ്ങനത്തെ രാഷ്ട്രീയ കക്ഷികളല്ല ഞങ്ങൾ. അതുപോലെ ചില ആളുകളെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ ഈ കാര്യത്തിന്റെ സത്യസ്ഥിതി, അതിന്റെ കാര്യങ്ങൾ അതൊക്കെ പതിയെ പതിയെ പുറത്തു വരികയുള്ളൂ. അതേ മിനിറ്റിൽ തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പ്രതീക്ഷിക്കേണ്ട. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച വാക്കുപയോഗിച്ച സംഭവം അല്ല, അതൊക്കെ ഇവിടെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണല്ലോ. അദ്ദേഹം ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത് എന്ന് തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തലത്തിൽ പ്രതികരിക്കുമെന്ന് ഇടതുമുന്നണി കരുതുന്നു. കാരണം ഇടതുമുന്നണി നേതാക്കളാരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശബരിമല വിഷയം പറഞ്ഞു കേൾക്കുന്നതില്ല. ഞങ്ങൾക്ക് എന്താ പറയേണ്ട കാര്യം? ഞങ്ങളുടെ ശബരിമല വിഷയം ഉണ്ടാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ചെയ്തത് സുപ്രീം കോടതിയിൽ ഒരു വിധി നടപ്പിലാക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ ഞങ്ങൾ എന്തിനാ പ്രചരിപ്പിക്കുന്നത്? അത് ഞങ്ങളുടെ ജോലിയാണ്. അത് ഞങ്ങൾ ചെയ്തത് ശരിയാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കേരളത്തിലൊരു പ്രബലമായ സമുദായം NSS സർക്കാരിനെതിരെ പരസ്യമായി തന്നെ രംഗത്തുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും. NSSന്റെ ജനറൽ സെക്രട്ടറി എഴുതിയ മുഖപ്രസംഗം കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നു. താങ്കളത് വായിച്ചു നോക്കണം എന്ന് ഞാൻ പറയുന്നു. അവർ പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ സമീപനം സമദൂര തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തും പിശകുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് തുറന്നു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ സമദൂരം തന്നെയാണ് NSSന്റെ നിലപാട് എന്ന് ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ മുഖപ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ഒരുവിധം എല്ലാ പത്രങ്ങളിലും അത് വന്നതാണ്. താങ്കളുടെ ശ്രദ്ധയിൽ പെടാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അല്ല, അതിപ്പോൾ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇവിടെ തെരഞ്ഞെടുപ്പ് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നമല്ലല്ലോ. അത് നമ്മുടെ എല്ലാം വ്യക്തിപരമായ പ്രശ്നമല്ലേ. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിവസത്തെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് LDFന് യെസ്, 1000 ദിവസത്തെ പ്രവർത്തനം LDFന് നന്നായി തുണയ്ക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഞങ്ങൾ കേരളത്തിലെ മലയോര മേഖലയിൽ കൃഷിക്കാർക്ക് പട്ടയം കൊടുത്ത സർക്കാരാണ്. ഞങ്ങൾ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ച സർക്കാരാണ്. വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ ആവശ്യങ്ങളോട് കണ്ണടയ്ക്കാതെ ജനപക്ഷ നിലപാടുകൾ സ്വീകരിച്ച ഒരു സർക്കാർ എന്നുള്ള നിലയിൽ സാമൂഹ്യക്ഷേമ നടപടികൾ, ഇപ്പം ഞങ്ങൾ വരുമ്പോൾ 600 രൂപയായിരുന്നു പെൻഷൻ, ഇപ്പം 1200 രൂപയായി. അത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ എല്ലാ ഗുണങ്ങളും വാങ്ങിച്ച ലക്ഷക്കണക്കായ ആളുകൾ കേരളത്തിലുള്ളപ്പോൾ അതൊന്നും ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ തന്നെ 50 ലക്ഷമുണ്ട് കേരളത്തിൽ. അല്ല, അത് സ്വാഭാവികം. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. സംസ്ഥാന സർക്കാരിന്റെ അല്ല, 5 വർഷക്കാലത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിലയിരുത്തലാണ് പാർലമെന്റ് ഇലക്ഷനിൽ. പക്ഷേ ആരെങ്കിലും ഒരു വോട്ടർ സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തി പോയാൽ അത് പാടില്ല എന്ന് നമുക്ക് നിരോധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അത് വിലയിരുത്തുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാ പറഞ്ഞു. ഇതിനു മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാണ്. 3 മാസം 4 മാസം കൂടുമ്പോഴാണ് ഇത് കൊടുക്കാറുള്ളത്. അത് ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാദത്തിന് വേണ്ടി താങ്കൾ ചോദിച്ചത് അതാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് 2000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് എന്തിനാണെന്ന് അങ്ങ് വ്യാഖ്യാനിക്കും. നമ്മൾ സാധാരണ ഓണം, വിഷു, ഫെസ്റ്റിവൽ ഇതിനെല്ലാം മുമ്പ് അഡ്വാൻസ് കൊടുക്കാറുണ്ട്. അത് ഈ ഗവൺമെന്റ് കൊടുത്തത് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നല്ല കാര്യം. ആരാണെങ്കിലും നമ്മൾ മത്സരിക്കല്ലേ.
അവിടെ പ്രധാനപ്പെട്ട മത്സരം LDF-ഉം UDF-ഉം തമ്മിലാണ്. തിരുവനന്തപുരം ലോക്സഭയിൽ പ്രധാനപ്പെട്ട മത്സരം ആരൊക്കെ തമ്മിലാണ്? തിരുവനന്തപുരം ലോക്സഭയിൽ C. ദിവാകരനും ശശി തരൂരും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ തവണ CPIയുടെ കാൻഡിഡേറ്റ് 3ാം സ്ഥാനത്തേക്ക് പോയി. അല്ല, അതുകൊണ്ട് എന്താ 2ഉം 3ഉം സ്ഥാനം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഒന്ന് വ്യത്യാസമുണ്ടെങ്കിലും സ്ഥാനം 3. അതുകൊണ്ട് അതില്ല. താങ്കളൊരു പത്രപ്രവർത്തകനല്ലേ, വോട്ടിംഗ് പാറ്റേൺ നോക്കും. വയനാട് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി നമ്മുടെ സ്ട്രാറ്റജി പഴയ പോലെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ പഴയ സ്ട്രാറ്റജി. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്ന സഹോദരൻ. അദ്ദേഹം മാറി വേറൊരു UDF സ്ഥാനാർത്ഥി വന്നു എന്നതല്ലാതെ വേറൊരു സ്ട്രാറ്റജി വ്യത്യാസവും ഇല്ല. അവിടെ UDF-നെ ഞങ്ങൾ എതിർത്തുകൊണ്ടേയിരിക്കും, എതിർക്കുകയും ജയിക്കുകയും. കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ കോൺഗ്രസിനും BJP-ക്കുമെതിരെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. വളരെ വേഗം അതിലേക്ക് നമ്മൾ തിരികെ എത്തേണ്ടതുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ കാനം രാജേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിൽ. BJP-ക്കും കോൺഗ്രസിനുമെതിരെ അദ്ദേഹം ഉയർത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതിലൂടെ ദേശീയ തലത്തിൽ BJP-ക്ക് എതിരെ ഉയർന്നു വന്ന ആ ഒരു കൂട്ടുകെട്ടിന്റെ അതിന്മേലാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള നിലപാട്. ആ നിലപാടാണ് ദുർബലപ്പെടുത്തിയത്. ഒപ്പം തന്നെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നത് തന്നെയാണ്. മറ്റ് കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ കാര്യങ്ങളെ അദ്ദേഹം വിലയിരുത്തുകയുണ്ടായി. സംസ്ഥാനത്ത് നടന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നതിലൊക്കെ അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. ഇനി മറ്റു വാർത്തകളിലേക്ക് ഈ സമയത്ത് പോകേണ്ടതുണ്ട്. പ്രധാനമായുമുള്ള വാർത്ത എന്ന് പറയുന്നത് MK രാഘവന്റെ അഴിമതി കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഹോട്ടൽ ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട MK രാഘവനെതിരെ കോഴിക്കോട് വ്യാപക പ്രതിഷേധമാണ് നടന്നത്. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. രാഘവനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. അതേസമയം ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് MK രാഘവൻ പ്രതികരിച്ചു. വൻകിട ഹോട്ടൽ ഇടപാടിൽ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്നതിനിടെ ഒളിക്യാമറയിൽ കുടുങ്ങിയ MK രാഘവനെതിരെ വ്യാപക പ്രതിഷേധം. രാഘവനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. MK രാഘവൻ MP ആയിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഘവൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ട് DYFI പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അതേസമയം തനിക്കെതിരെയുള്ള വീഡിയോ കെട്ടിച്ചമച്ചതാണെന്ന വാദവുമായി MK രാഘവൻ രംഗത്തെത്തി. അത് എഡിറ്റ് ചെയ്താണ്, കൃത്രിമത്വമായി കാണിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് വളരെ ബോധപൂർവം വ്യക്തിഹത്യ നടത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അതാണ് സൂചിപ്പിച്ചത്. ഇത് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അന്ന് സ്ഥാനാർത്ഥിത്വം വിടുകയും എൻ്റെ പബ്ലിക് ലൈഫിനെ അവസാനിക്കും. ഇത് വളരെ ബോധപൂർവം തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭം കണക്കാക്കി ചെയ്തിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് നേരിടാൻ എനിക്കറിയാം. ഞാൻ നിയമമാർഗം ഉപയോഗിക്കും, എല്ലാ മാർഗവും ഞാൻ ഉപയോഗിക്കും. രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്ന രാഷ്ട്രീയം. ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൃശൂർ ചിയ്യാറത്ത് വിദ്യാർത്ഥിനിയെ തീവച്ച് കൊലപ്പെടുത്തി. ചിയ്യാരം സ്വദേശിനിയും ബിടെക് വിദ്യാർത്ഥിനിയുമായ നീതുവാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ സുഹൃത്ത് വടക്കേക്കാട് സ്വദേശി നിതീഷ് പോലീസ് കസ്റ്റഡിയിലുണ്ട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതക കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വീട്ടിൽ കയറി പ്രതി പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. അഭിറാം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. അതായത് ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് തീവയ്ക്കുകയായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് കാരണമെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. പോലീസ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മനു, തീർച്ചയായും ഇന്ന് പുലർച്ചെയാണ് ഈ കൊലപാതകം നടന്നത്. ഈ പ്രതി പെൺകുട്ടിയുടെ വീടിന്റെ പിൻഭാഗം വഴി വീടിനുള്ളിലേക്ക് കയറുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ പെട്രോൾ ദേഹത്ത് ഒഴിക്കുകയും തീ കത്തിക്കുകയുമായിരുന്നു. നാട്ടുകാരെല്ലാം തന്നെ ബഹളം കേട്ട് എത്തിയെങ്കിൽ അപ്പോൾ തന്നെ തീ പൂർണ്ണമായി ആളിപ്പടരുകയും പെൺകുട്ടി ഏകദേശം മരണാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. നിതീഷ് നിരന്തരം ഈ പെൺകുട്ടിയെ വിവാഹാഭ്യർത്ഥനയുമായി ശല്യം ചെയ്തു വരികയായിരുന്നു. അതിന്റെ അവസാനമാണ് ഈ ഒരു കൊലപാതകം നടന്നത്. തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും. കാരണം
നിതീഷിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് കൊലപാതകം നടന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ വീട്ടിലേക്ക് കയറുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് നിതീഷ് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ച് നീതുവിന്റെ ദേഹത്ത് തീ കത്തിക്കുകയുമായിരുന്നു. വീട്ടുകാർ അടക്കമുള്ള തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പെൺകുട്ടി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരിച്ച നീതു പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. നിതീഷ് ഏറെ നാളായി ശല്യം ചെയ്യുന്നതായി വീട്ടുകാർ അടക്കമുള്ളവർ നമ്മളോട് പറയുന്നുമുണ്ട്. എന്തായാലും ഈ നാടിനെട്ടിച്ച് കൊലപാതകം ഉണ്ടായിരിക്കുന്നത് ഈ അടുത്ത നാളുകളിൽ അതിന് ഇത്ര കൊലപാതകങ്ങൾ തുടർച്ചയായി തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു എന്നതും ഏറെ ആശങ്ക ഉണ്ടാകുന്നതാണ്. ഈ നിതീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാൾക്ക് ദേഹാസ്വസ്ഥ ഉണ്ടായിരുന്ന തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തുടർന്നായിരിക്കും പ്രതിയെ കോടതിയിൽ മുന്നിൽ ഹാജരാക്കുകയും തുടർന്ന് റിമാൻഡിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിയമത്തിലേക്ക് പോവുകയും ചെയ്യുക. എന്തായാലും നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. മനു, ശരി, അഭിറാമാണ് വിവരങ്ങൾ നൽകിയത്. പൊതു തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. നാളെ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രികകൾ പിൻവലിക്കാം. സംസ്ഥാനത്ത് ഇതുവരെ സമർപ്പിക്കപ്പെട്ടത് 154 പത്രികകളാണ്. സംസ്ഥാനത്തെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറക്കിവിട്ടാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞ മാസം 28-ന് ആരംഭിച്ചത്. ഇന്നിപ്പോൾ ആ ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് പത്രികാ സമർപ്പണം ഇന്ന് 3 മണിയോടെ അവസാനിക്കുന്നത്. നാളെയാണ് സമർപ്പിക്കപ്പെട്ട നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. ഏപ്രിൽ 8 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയായി ജില്ലാ വരണാധികാരിയാണ് സ്ഥാനാർത്ഥികളിൽ നിന്നും പത്രികകൾ സ്വീകരിച്ചത്. ഇതുവരെ ആകെ സമർപ്പിച്ച പത്രികകളുടെ എണ്ണം 154 കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് സമർപ്പിച്ചത് 41 പത്രികകളും. ഇത്തവണ 2,60,00,000-ഓളം വോട്ടർമാരാകും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഏപ്രിൽ 23-നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. വോട്ടെണ്ണൽ മെയ് 23-നും നടക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പരാജയ ഭീതിയിലെന്ന് ദേശീയ ദിനപത്രം. 2004-ന് സമാനമായ പരാജയം പാർട്ടി നേരിടേണ്ടി വരുമെന്ന് എൻ.ഡി.എ ഘടകകക്ഷികളും ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രതീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ട്. അമിത പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ട 2004-ലെ വാജ്പേയി സർക്കാർ പരാജയപ്പെട്ടതിന് സമാനമായ നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെന്നും തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാർ 2004-ൽ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ രാജ്യത്ത് ബി.ജെ.പി ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടു. പ്രതിപക്ഷ അനൈക്യവും വാജ്പേയിയുടെ ജനപ്രീതിയും വോട്ട് നേടിത്തരുമെന്ന് ബി.ജെ.പി കേന്ദ്രങ്ങൾ കരുതി. അന്തരിച്ച ബി.ജെ.പി നേതാവ് പ്രമോദ് മഹാജന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രചാരണ തന്ത്രങ്ങളും സജീവമായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇടതു പാർട്ടികൾ ശക്തി തെളിയിച്ചു. 1-ാം UPA സർക്കാർ അധികാരത്തിലെത്തി. നീണ്ട 10 വർഷം ബി.ജെ.പി അധികാരത്തിന് പുറത്തായി. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കാവി പാർട്ടി നേരിടുന്നതെന്ന് ഇംഗ്ലീഷ് ദിനപത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസ് വിലയിരുത്തുന്നു. 2004-ൽ സംഭവിച്ചതുപോലെ പരാജയം ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ഭരണവിരുദ്ധ വികാരമാണ് പ്രധാനം. അമിതമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് മോദി വിജയിച്ചതെന്ന തിരിച്ചറിവ് വോട്ടർമാർക്കിടയിലുണ്ട്. RSS ബി.ജെ.പി ബന്ധം പഴയതുപോലെ ശക്തമല്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി തുടങ്ങി രാമജന്മഭൂമി പ്രക്ഷോഭകരെ മുഴുവൻ മോദി അമിത്ഷാ വിഭാഗം സീറ്റ് നൽകാതെ ഒതുക്കിയതിൽ RSS തലവൻ മോഹൻ ഭഗവതിന് പോലും എതിർപ്പുണ്ട്. മുന്നറിയിപ്പ് പോലും നൽകാതെ നേതാക്കളെ ഒഴിവാക്കിയത് ശരിയല്ലെന്ന് മോഹൻ ഭഗവത് ബി.ജെ.പി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതിനുശേഷം RSS പ്രചാരണത്തിൽ ഏകീകരണമില്ലെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. നോട്ട് നിരോധനം, GST തുടങ്ങിയ മോദിയുടെ നയങ്ങൾ തിരിച്ചടി നൽകിയെന്ന് 2018-ലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരായ വൻ ചലനമുണ്ടാക്കും. NDA വിപുലീകരിക്കാനും ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ല. ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി സീറ്റ് വിട്ടു നൽകേണ്ടി വന്നു. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി സാന്നിധ്യം ഇപ്പോഴും ശുഷ്കമാണ് എന്നതും പ്രതിസന്ധിയുണ്ടാക്കുന്നു. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നായി 2004-ൽ 129 സീറ്റിൽ 109 സീറ്റ് UPAക്ക് ലഭിച്ചു. 2019-ലും പാർട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 110 സീറ്റ് ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രതിപക്ഷത്തിന് ലഭിച്ചാൽ ബി.ജെ.പി അംഗബലം പാർലമെന്റിൽ വീണ്ടും കുറയും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.